അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ദിൽ ജൂദി വൽ ഫളി വൽ ലുത്ഫി വൽ അത്ഫി വൽ കറം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ അഷ്റഫിൽ അഅറാബി വൽ അജം وخير من يمشي على القدم وعلى آله وأصحابه ذوي العلم والهمم. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. صدق الله العلي العظيم. ഏറെ സമാദരണീയരായ നമ്മുടെ ഈ പ്രദേശങ്ങൾക്ക് ആത്മീയമായ ചൈതന്യവും സുഗന്ധവും പകർന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് സയ്യിദുമാർ, അഭിവന്ദ്യരായ TS പൂക്കോയത്തങ്ങൾ, അഹമ്മദ് കോയത്തങ്ങൾ, ഹമീദ് കോയത്തങ്ങൾ, ദാറുൽ ഇർഫാൻ ഇസ്ലാമിക് അക്കാദമിയുടെ ആരംഭകാലം മുതൽക്ക് തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഓരോ അണുവിലും അംശത്തിലും അധ്യാപനത്തിൻ്റെ, ശിക്ഷണത്തിൻ്റെ, നേതൃത്വത്തിൻ്റെ സുഹൃതങ്ങൾ പകർന്നുകൊണ്ട് കൂടെ നിൽക്കുന്ന നമ്മുടെ ആദരണീയരായ പ്രിൻസിപ്പൽ സ്വാദിഖ് അലി ഹുദവി ഉസ്താദ് അവർകളെ, ബഹുമാന്യരായ മുഹമ്മദ് ഹുദവി, അബൂബക്കർ ഹുദവി, ബഷീർ വാഫി തുടങ്ങിയ ഉസ്താദുമാർ, കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട ദാറുൽ ഇർഫാനിൽ നിന്നുമായി ഇവിടെ എത്തിച്ചേർന്ന ഈ സദസ്സിലെ ചീഫ് ഗസ്റ്റുകളായിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏറ്റവും സന്തോഷകരമായ, ഒരുപക്ഷെ അസുലഭമായ ഒരു മുഹൂർത്തമാണിത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഒരു സദസ്സിനെ അഡ്രസ് ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, "Now I am elevated to a higher position" എന്നാണ്. ഞാനിപ്പോൾ ഒരു സമുന്നതമായ പദവിയിൽ അവരോധിക്കപ്പെട്ടതായി അഭിമാനത്തോടുകൂടെ ചിന്തിക്കുന്നു. വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചതിനെ കുറിച്ചാണ് അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞത്. അത് പറയുമ്പോൾ അദ്ദേഹം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാണ്. ഇന്നത്തെ പോലെ ഉണങ്ങിയ ഒരു ബ്രിട്ടൻ അല്ല അന്നുണ്ടായിരുന്നത്. ഇന്ന് നാം കാണുന്നത് അസ്ഥിപഞ്ജരം പോലെ ശുഷ്കിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബ്രിട്ടനാണ്. അന്ന് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് അഭിമാനത്തോടുകൂടെ പറയപ്പെട്ട ഒരു കാലത്ത് ആ രാജ്യത്തെ നയിച്ച മനുഷ്യനാണ്
അതിലും വലിയ പദവിയാണ് വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ ഒരല്പസമയം ലഭിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് വലിയ ഭാഗ്യമായി കാണുന്നു എന്ന് ആരംഭത്തിലെ പറയുന്നത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും ജനകീയ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഇതുപോലൊരു വാക്ക് ഒരിക്കൽ ഒരു സദസ്സിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ മരണശേഷം എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു ജനകീയ രാഷ്ട്രപതിയായി ആണോ, അതല്ല ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത മഹാനായ ഒരു ശാസ്ത്രകാരനായിട്ടാണോ? അന്ന് അദ്ദേഹം നൽകിയ മറുപടിയും ഇതുപോലൊരു മറുപടിയാണ്. neither president nor the scientist. I wanted to be known as a good teacher. എനിക്ക് പ്രസിഡന്റായിട്ടോ ശാസ്ത്രജ്ഞനായിട്ടോ അറിയപ്പെടണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ഇന്ത്യ കണ്ട വളരെ നല്ല അധ്യാപകന്മാരിൽ ഒരാളായിരുന്നു എന്ന് ഓർക്കപ്പെടാനാണ് എൻ്റെ മോഹം. ഇതിലൊക്കെ അപ്പുറത്ത് മഹാന്മാരായ സ്വഹാബികളുടെ ഒരു വിദ്വൽ സദസ്സിൽ വെച്ച് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അങ്ങയുടെ ജീവിത നിയോഗത്തെ ഹ്രസ്വമായ വാക്കുകളിൽ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും? അവിടെ നിന്ന് പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, അറിവ് പകർന്നു കൊടുക്കുന്ന ഒരാളായി, ഒരധ്യാപകനായി അറിയപ്പെടാനാണ് എൻ്റെ നിയോഗം. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഈ ഒരു നിമിഷം വളരെ ധന്യമാണ്. അതിലുപരി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം മാധ്യമങ്ങളാണ്. മീഡിയ കോൺക്ലേവ്. മാധ്യമങ്ങൾ, അവയുടെ ധാർമ്മികത, മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ മറികടക്കാൻ നമുക്കെങ്ങനെ സാധ്യമാകുമെന്ന ചിന്തകൾ, ആലോചനകൾ, ചർച്ചകൾ. ഏറ്റവും പ്രധാനമായി ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ മുസ്ലിംകളായ നമുക്ക് പുതിയ കാലത്ത് ആ രംഗത്ത് എന്തെല്ലാം ഇടപെടലുകൾ നടത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഗൗരവതമമായ ആലോചനകൾ, അതൊക്കെയാണ് ഈ ഒന്നാമത്തെ സംസാരം കൊണ്ട് കാര്യമായി ഉദ്ദേശിക്കപ്പെടുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് മുസ്ലിം റെപ്രസെൻറ്റേഷൻ ഇൻ ദ മീഡിയ. മാധ്യമങ്ങളുടെ ധാർമ്മികതയെ സംബന്ധിച്ച് എല്ലാ രാജ്യങ്ങളും എല്ലാ കാലത്തും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. 1780 ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഇന്ത്യയിൽ വരുന്നത് മുതലാണ് ഇന്ത്യയിലെ മീഡിയ ഹിസ്റ്ററി ആരംഭം കുറിക്കപ്പെടുന്നത്. 1780 മുമ്പ് അങ്ങനെ ഒരു പ്രസിദ്ധീകരണം ഇന്ത്യയിൽ വരുന്നതിന് ചരിത്രമില്ല. അന്നു മുതലേ കാനൻസ് ഓഫ് ജേർണലിസം, പത്രപ്രവർത്തനത്തിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ കോഡ് ഓഫ് എത്തിക്സ്, മാധ്യമ പ്രവർത്തനത്തിലെ ധാർമ്മികത, ഇതൊരു ചർച്ചാ വിഷയമാണ്. പല രാജ്യത്തും അതുമായി ബന്ധപ്പെട്ട് നിയമങ്ങളുണ്ട്, വിധികളുണ്ട്, വിലക്കുകളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ ശരി തെറ്റുകളിലേക്കോ ഈ സമയത്ത് നാം പോവേണ്ടതില്ല. അതിനുള്ള സമയവും നമുക്കില്ല. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മേന്മയായി നാം മനസ്സിലാക്കുന്നത്, മാധ്യമധർമ്മമായി ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു കാര്യം സത്യസന്ധതയാണ്. ട്രൂത്ത്ഫുൾനെസ്.
സത്യസന്ധമായി വിവരങ്ങൾ ശേഖരിക്കുക, സത്യസന്ധമായ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുക എന്നതാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മമായി ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഒരിക്കലും ആ കാര്യം നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതിൻ്റെ ഉദാഹരണം നമുക്കെല്ലാവർക്കും അറിയുന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് മഹാത്മാഗാന്ധിയും ഒന്ന് അദ്ദേഹത്തിൻ്റെ ഘാതകനും. രണ്ടുപേരും ബോത്ത് ഓഫ് ദം ആർ ഫ്രം മീഡിയ. മഹാത്മാഗാന്ധി വളർന്നു വരുന്നത് മാധ്യമങ്ങളിൽ നിന്നാണ്. അദ്ദേഹത്തെ ജനങ്ങൾ അറിയുന്ന ഒരവസ്ഥയിലേക്ക് ഗാന്ധിജി എത്തിച്ചേരുന്നത് മാധ്യമ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത ആർജിച്ചെടുത്ത ഒരു കരുത്തിൻ്റെ ബലമാണ്. എന്നാൽ അതേ മഹാത്മാഗാന്ധിയെ ഭൗതികമായി ഒടുക്കിയ, അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആളും മാധ്യമ പ്രവർത്തനത്തിലൂടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിയ ആളാണ്. അപ്പോൾ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് മാധ്യമത്തിൽ വളരെ പ്രധാനമാണ് എന്ന് ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സത്യം ആദ്യം അറിയുക, നമ്മിലൂടെ ലോകം സത്യം കേൾക്കുക എന്നുള്ളതിനേക്കാൾ വലിയ സാർത്ഥകത, മീനിങ്ഫുൾനെസ് എന്താണ് ജീവിതത്തിൽ? നാം ഒരു മാധ്യമ പ്രവർത്തകനാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന സത്യങ്ങളെ ആദ്യം തന്നെ അറിയാനും ആ സത്യം നമ്മിലൂടെ ലോകത്തെത്തിക്കാനും സാധിക്കുക എന്നത് നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കുന്ന ഒരു ഘടകമാണ്. അല്ലേ? ആണോ? അല്ലേ? തീർച്ചയായിട്ടുമാണ്. അതൊരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയാണ്. എനിക്ക് ചുറ്റുമുള്ള സത്യങ്ങളെ ഞാൻ ആദ്യം അറിയുന്നു, ലോകം എന്നിലൂടെ സത്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു, ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നു. ഈ അടുത്ത കാലത്ത് സ്വിറ്റ്സർലാൻഡിൽ എക്സിറ്റ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി ഒരു പേടകം കണ്ടെത്തി. ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തോന്നി നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന മനുഷ്യരെ സഹായിക്കുന്ന പേടകമാണ്. അപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിന് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലായി. ജീവിതത്തെ അർത്ഥവത്താക്കുക എന്നത് ആധുനിക ലോകത്ത് വളരെ പ്രധാനമാണ്. എക്സിറ്റ് ഇന്റർനാഷണൽ കണ്ടുപിടിച്ച പേടകത്തിനകത്ത് നാം കയറി മലർന്ന് കിടന്ന് അതിൻ്റെ ഡോർസ് എല്ലാം ലോക്ക് ചെയ്ത് ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഓക്സിജന്റെ ലെവൽ 21 നിന്ന് 1 താഴുകയും അതിനു പകരം നൈട്രജൻ അടിച്ചു കയറുകയും ചെയ്യും. ആൾ അതുകൊണ്ട് ക്ലോസ് ആവും. അപ്പൊ ജീവിതം അർത്ഥമുള്ളതാക്കി മാറ്റുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. അതിന് മാധ്യമ പ്രവർത്തനം നമ്മെ സഹായിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ ലോകത്ത് പരമാവധി വ്യാപിപ്പിക്കുക എന്നത് ആസ് എ മുസ്ലിം എന്ന രൂപത്തിൽ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ്. അതുകൊണ്ടാണ് അറഫ മൈതാനത്ത് ഹജ്ജത്തുൽ വദാഇൽ ഒരുമിച്ച് കൂടിയ 1,24,000 വരുന്ന മഹാന്മാരായ ഹാജിമാരായ സ്വഹാബികളോട് സംസാരിച്ചപ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മതിയാക്കാതെ ഫൽയുബല്ലിഗി ഷാഹിദ് അൽ ഗായിബ്, റീച്ച് കൂട്ടണം എന്നാവശ്യപ്പെട്ടത്. അതിൻ്റെ അർത്ഥമാണല്ലോ, റീച്ച് ഇല്ലാത്തൊരു പ്രസംഗമായിരുന്നില്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പതുങ്ങിയും വളരെ സാവധാനത്തിലുമാണ് സംസാരിച്ചതെങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തൊട്ടരികിൽ നിന്നുകൊണ്ട് അത് വളരെ സൂക്ഷ്മമായി പരിപൂർണമായി സമഗ്രമായി കേൾക്കുകയും അത് അതുപോലെ ആ ലക്ഷക്കണക്കായ സ്വഹാബത്തിന് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.
1,24,000 ആളുകൾ ലൈവായി കേട്ട ഒരു പ്രസംഗമാണത്. എന്നിട്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇതിന് ഇനിയും റീച്ച് ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ചൈനയിലെ ഗോങ്ഷോ എന്ന് പറയുന്ന നഗരത്തിൽ എത്തിച്ചേരുന്നത്. മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു അന്ന് മുസരീസ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങുന്നത്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ ആഫ്രിക്കയിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചമെത്തുന്നത്. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിലൂടെ യൂറോപ്പിലേക്ക്, തുർക്കിയിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തുന്നത്. അപ്പോൾ ഒരു മുസ്ലിം എന്ന രൂപത്തിൽ നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കയ്യിലുള്ള വെളിച്ചത്തെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതോടൊപ്പം നിങ്ങൾ വളർന്നു വരുന്ന പണ്ഡിതന്മാരാണ്. സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ ഒരു ഭാരം പോലെ ശിരസിൽ വഹിക്കുന്നവരാണ്. നിങ്ങളൊക്കെ ഭാരവാഹികളാണ്, ഭാരം വഹിക്കുന്നവരാണ്. പ്രബോധനം എന്ന ഭാരം ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അരിസ്റ്റോട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രബോധകൻ അല്ലെങ്കിൽ പണ്ഡിതൻ പൊട്ടനീച്ചയെപ്പോലെ ജീവിക്കണം എന്ന് പറയും. പൊട്ടൻ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു അസ്കിത നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ പൊട്ടനീച്ച എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഫൂൾ. പൊട്ടനീച്ച പൊട്ടനല്ല, അതിന് പേരാണത്. പൊട്ടനീച്ചയുടെ ധർമ്മം എന്താണ്? ഒരു പശു അല്ലെങ്കിൽ ഒരു മൃഗം, അതിനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പുല്ലു തിന്നാൻ വേണ്ടി അയച്ചാൽ അതവിടെ നിൽക്കും. എവിടെയാണോ നിർത്തിയത് അവിടെയുള്ള പുല്ലു മാത്രം തിന്നത് തന്നെ വീണ്ടും വീണ്ടും അയവിറക്കി മുന്നോട്ട് പോകാതെ നിൽക്കുമ്പോഴാണ് പൊട്ടനീച്ച അതിൻ്റെ ദേഹത്ത് വരുന്നത്. പശുവിൻ്റെ പിന്നിൽ വന്നിട്ട് ഈ പൊട്ടനീച്ച ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. പൊട്ടനീച്ചയുടെ കടിയേൽക്കുമ്പോൾ ആ ഒരു അസ്വസ്ഥത കാരണം പശു മുന്നോട്ട് പോകും. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് കൂടുതൽ സമൃദ്ധമായ പുൽമേടുകളിലേക്ക് അത് എത്തിച്ചേരുന്നു. അതിന് കൂടുതൽ സുഭിക്ഷമായ ഭക്ഷണം ലഭ്യമാകുന്നു. ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ പൊട്ടനീച്ചയുടെ കടി പശുവിനെ സഹായിക്കുന്നു. ആ പണിയാണ് പണ്ഡിതന്മാരായ പ്രബോധകന്മാരായ നാം എടുക്കേണ്ടത്. സമൂഹം പശുവിനെ പോലെയാണ്. സമൂഹം ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും അവരെത്തി നിൽക്കുന്ന ഒരു പുരോഗതിയുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പുരോഗതി എന്ന ഒരു ധാരണയിൽ അവിടെ തന്നെ നിൽക്കും. കിട്ടിയത് തന്നെ നിത്യവും കിട്ടാൻ ആഗ്രഹിക്കും. അത് തന്നെ അയവിറക്കിക്കൊണ്ടിരിക്കും. അവിടെയാണ് പണ്ഡിതന്മാരായ നമ്മൾ ഇടപെട്ട് സമൂഹത്തിന്റെ ചിന്തകളിൽ അസ്വസ്ഥതയുടെ ചൂട് പകർന്നു കൊടുക്കേണ്ടത്. നിങ്ങൾ കടന്നു പോകുന്ന സ്ഥിതി അത്ര ശുഭകരമല്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെ നിങ്ങൾ പരിഹരിക്കണമെങ്കിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് സമൂഹത്തെ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോവുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഒരു പ്രബോധകനായ പണ്ഡിതന് നിർവഹിക്കാനുള്ളത്. ആ അർത്ഥത്തിലാണ് അരിസ്റ്റോട്ടിൽ പണ്ഡിതന്മാർ പൊട്ടനീച്ചകളെപ്പോലെ ആവണം എന്ന് പറയുന്നത്. ചില വാക്കുകളെ നമ്മൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊരു മാധ്യമ ചർച്ച കൂടി ആയതുകൊണ്ട് വാക്കുകളെ സത്യസന്ധമായി ഉൾക്കൊള്ളുക എന്നത് പ്രധാനമാണല്ലോ. മുമ്പൊരു നിരീശ്വരവാദി, ഈ അടുത്ത കാലത്ത് കേരളത്തിലും ഒരു നിരീശ്വരവാദി ആണെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞത് കേട്ടു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, പക്ഷേ ദൈവം എൻ്റെ അടുത്തു വന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കരണക്കുറ്റി കടിക്കും എന്നൊരു വാക്കൊരു നിരീശ്വരവാദി പറയുന്നത് കേട്ടു. അത് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കും പറയാവുന്ന ഒരു വാക്കാണ്.
ദൈവം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ കാരണത്തെ ഞാൻ അടിക്കുന്നുള്ളത്. അതെങ്ങനെ പറയാൻ പറ്റുക? നമ്മുടെ വിശ്വാസം അനുസരിച്ച് ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഞാനാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ദൈവമല്ല, വ്യാജ ദൈവമാണ്. ദജ്ജാലിനെ വിശ്വാസികൾ തിരിച്ചറിയുന്നത് ദജ്ജാലിനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. കണ്ണുകൊണ്ട് കാണുന്ന ഒരാള് ദൈവമാകാൻ യോഗ്യതയില്ലാത്തവനാണ് എന്ന അറിവിൽ നിന്നാണ് ദജ്ജാലിനെ വിശ്വാസികൾ തള്ളുന്നത്. ചില വാക്കുകളെ അതിൻ്റെ ട്രൂ മീനിങ്ങിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അരിസ്റ്റോട്ടലിൻ്റെ ഈ വാക്കും അതുപോലെയാണ്. പണ്ഡിതന്മാർ, പ്രബോധകന്മാർ പൊട്ടനീച്ചകളാവണം എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഈ പറഞ്ഞ മാധ്യമ ധാർമ്മികത അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സത്യസന്ധത അസാധ്യമാവുകയോ അല്ലെങ്കിൽ അസംഭവ്യം എന്ന് വിലയിരുത്തപ്പെടുകയോ ചെയ്യുന്ന ഒരു കാലമാണ്. അതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ കാര്യം. ജൂലിയൻ അസാഞ്ചയുടെ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഹു ഈസ് ജൂലിയൻ അസാഞ്ചെ? എന്തെങ്കിലും ക്ലൂ തരാൻ പറ്റും? ജൂലിയൻ അസാഞ്ചെ, വിക്കിലീക്സ്. വെരി ഗുഡ്. 2006 വിക്കിലീക്സ് സ്ഥാപിച്ച ജൂലിയൻ പോൾ അസാഞ്ചെ എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയൻ പൗരൻ, അദ്ദേഹം ഇന്ന് ലോകത്ത് മുഴുവനും ഒരു സ്റ്റാർഡം കിട്ടിയിട്ടുള്ള ആളാണ്. താരപദവിയിലിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ചെയ്തത് എന്താണ്? അമേരിക്ക അവരുടെ അധിനിവേശത്തിന്റെ ഭാഗമായി ഇറാഖിലും അഫ്ഗാനിലും ചെന്ന് ചെയ്തു കൂട്ടിയ മനുഷ്യത്വരഹിതമായ ക്രൂരമായ തുല്യതയില്ലാത്ത ചില വേണ്ടാത്തരങ്ങൾ ചെയ്തു. അതിൻ്റെ നേർചിത്രങ്ങൾ, ആ രഹസ്യ വിവരങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ അദ്ദേഹം വിളംബരം ചെയ്തു. നാം ഇപ്പോൾ പറഞ്ഞതുപോലെ സത്യസന്ധമായ ഒരു മാധ്യമ പ്രവർത്തനമാണ് ജൂലിയൻ അസാഞ്ചെ ചെയ്തിട്ടുള്ളത്. സത്യം സത്യമായി അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിൽ എത്തിച്ചു. ലോകത്ത് യൂറോപ്പിലും അമേരിക്കയിലുമായി എത്രയോ കോടതികൾ അസാഞ്ചയെ തേടി നടന്നു. 2019 മുതൽ 24 വരെ, ഈ വർഷമാണ് അദ്ദേഹം ബ്രിട്ടീഷ് ജയിലിൽ നിന്ന് മോചിതനായത്. 5 കൊല്ലം അദ്ദേഹം തടവിൽ കഴിഞ്ഞു. അദ്ദേഹം ചെയ്തത് കുറ്റമാണ്. രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കുന്ന തരത്തിൽ രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കളഞ്ഞ അപരാധിയാണ് അസാഞ്ചെ എന്നാണ് അമേരിക്കൻ കോടതികൾ വിലയിരുത്തിയത്. പക്ഷെ അദ്ദേഹം ബ്രിട്ടീഷ് ജയിലിൽ 5 കൊല്ലം കഴിഞ്ഞത് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി ഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മോചനത്തെ പോലും അമേരിക്ക അംഗീകരിക്കുന്നത്. അപ്പൊ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയാണത് ലോകവ്യാപകമായി. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി കഷ്ടമായി മാറുകയാണ്. ഇന്ത്യ ചില കാര്യങ്ങളിലൊക്കെ വളരെ മുന്നിലാണ്. ഇപ്പോൾ ഒളിമ്പിക്സ് പാരീസിൽ നടക്കുന്ന സമയമാണ്. ഒരു വെങ്കലം കിട്ടിയത് തന്നെ വലിയ ബർക്കത്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ഒളിമ്പിക്സിലൊന്നും നമ്മൾ മുന്നിലല്ലെങ്കിലും അഴിമതി, സ്വജനപക്ഷപാതിത്വം, വർഗീയത, അങ്ങനെ കുറേ കാര്യങ്ങളിലും നമ്മൾ വളരെ ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ നെക്സ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് പ്രസ്, അതും ഒരു വലിയ വിഷയമാണ്. ഗുൽബർഗിയുടെ ചരിത്രം നമുക്കറിയാം. ഗൗരി ലങ്കേഷ് മാധ്യമ ചർച്ചകളിൽ നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ഒരു പേരാണ്. അങ്ങനെ എത്രയോ ആളുകൾ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ബലിയാടുകളായി മാറിയിട്ടുണ്ട്. സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം വളരെ കൂടുതലാണ്. 40-ലധികം മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ 3-4 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കണക്ക്. കണക്കിൽപ്പെടാത്തതും ഒരുപക്ഷെ ഉണ്ടാവാം.
ലോകരാജ്യങ്ങളിൽ 180 രാഷ്ട്രങ്ങളെ പരിശോധിച്ച് ആ 180 ഓരോ രാജ്യത്തിനും റാങ്ക് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് മാധ്യമ സ്വാതന്ത്ര്യം കൂടുതൽ ഉള്ളത് ഇല്ലാത്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ചിലപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഗ്രാഫ് താഴേക്ക് 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. 4-5 കൊല്ലം മുമ്പ് അത് 138 പിന്നെ 140 148 150 ഇപ്പം അത് 162 2023 കണക്ക്. ആകെ 180 രാജ്യങ്ങളെയാണ് പരിശോധിച്ചത്. ആ പരിശോധന നടത്തപ്പെട്ട 180 രാജ്യങ്ങളിൽ 162 സ്ഥാനത്താണ് മാധ്യമ സ്വാതന്ത്ര്യ കാര്യത്തിൽ ഇന്ത്യയുള്ളത്. താനൂർ ഇസ്ലാഹുൽ ഉലൂമിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായൊരു അനുഭവം ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഞങ്ങളെ ക്ലാസ്സിൽ 45 കുട്ടികളാണെന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് 40ാമത്തെ റാങ്ക് പരീക്ഷ കഴിഞ്ഞപ്പോൾ 40ാം സ്ഥാനമാണ് അവന് കിട്ടിയത്. അപ്പോൾ രക്ഷാകർത്ത് യോഗം നടക്കുമ്പോൾ ഓരോ കുട്ടികളെയും വിളിച്ച് ഉസ്താദുമാർ പേഴ്സണലായിട്ട് അവരുടെ പഠന നിലവാരം മറ്റു ഡീറ്റെയിൽസുകളൊക്കെ പങ്കുവെക്കുമ്പോൾ ഇവൻ്റെ ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ മോന് 40ാമത്തെ സ്ഥാനമാണ്, അത് മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ മാഷാ അല്ലാ 45-ൽ 40ാമത്തെ റാങ്ക്, അടുത്ത പരീക്ഷ ആകുമ്പോൾ ഇൻഷാ അല്ലാ 45ാമത്തെ റാങ്ക് തന്നെ എൻ്റെ കുട്ടി എടുത്തോളൂ, ഓനെ എവിടെയും കുറയാറില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ ഒരുപാട് കാലം തമാശയായിട്ട് ഓർക്കാറുണ്ട്. അപ്പം അതുപോലെ ഇന്ത്യക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു 180ാം റാങ്ക് ആശംസിക്കണമോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം വധിക്കപ്പെടുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മുടെ ഭരണാധികാരികളോട് ചോദിച്ചാൽ അവർ പറയുക അതൊരു മാധ്യമ സൃഷ്ടിയാണ് എന്നാണ്. അതാണ് ഏറ്റവും വലിയ രസം. ഈ രാജ്യം 162ാം റാങ്കിലാണല്ലോ എന്ന് അവരോട് പറഞ്ഞാൽ അവരുടെ മറുപടി അതൊക്കെ വെറും മാധ്യമ സൃഷ്ടികളാണ്, യാഥാർത്ഥ്യമല്ല എന്നുള്ളതായിരിക്കും. പക്ഷേ സത്യസന്ധരായ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്ന, അറസ്റ്റ് ചെയ്യപ്പെടുന്ന, മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുന്ന, ബാൻ നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ലോകത്ത് പലയിടത്തും ഉള്ളതുപോലെ നമ്മുടെ രാജ്യത്തും ധാരാളമുണ്ട്. ഇവിടെ ജേർണലിസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ ചാലഞ്ചിനെ നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളതാണ്. നേരിടാൻ സാധിക്കുമോ? പറ്റൂ. സത്യസന്ധമായ ഒരു മുസ്ലിം റെപ്രസെൻറ്റേറ്റീവ് മീഡിയയിൽ വരുമ്പോൾ അവൻ സത്യസന്ധനാവണമല്ലോ. ഈ സത്യസന്ധത എന്ന് പറയുന്നത് സാധ്യമാണോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട മൂന്നാമത്തെ ഒരു വിഷയം. സത്യസന്ധതയാണ് പ്രധാനം എന്ന് പറഞ്ഞു. അതിനു മുമ്പിൽ വെല്ലുവിളികൾ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ചാലഞ്ചിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതാണ്. അത് വളരെ ഈസിയാണ്. ഇപ്പം നമ്മുടെ സിലബസിലൊക്കെ തന്നെ ബലാഗ, ഫസാഹ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട് ഇതൊക്കെ എന്തിനാണ് അല്ലേ? വലിയ കനപ്പെട്ട കിതാബുകളൊക്കെ പഠിക്കുമ്പോൾ ആ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അറബ് ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ലോകത്ത് മനുഷ്യൻ സംവേദനം നടത്തുന്ന ഏത് മാധ്യമങ്ങളിലും ഏത് ഭാഷകളിലും ഈ പഠിക്കുന്ന തന്ത്രങ്ങൾ പ്രയോഗിക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ പരിഹാരം. സത്യം പറഞ്ഞാൽ തല പോകും. എങ്ങനെ പറഞ്ഞാൽ? സത്യം സാധാരണ എല്ലാവരും പറയുന്നത് പോലെ പറഞ്ഞാൽ ചിലപ്പോൾ തല പോകും. കാര്യം പറയുന്നവർക്ക് കഞ്ഞിയില്ല എന്നൊരു ചൊല്ല് തന്നെ മലയാളത്തിലുണ്ട്. കാര്യം പറയുന്നവർക്ക് കഞ്ഞിയില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്. സത്യം പറഞ്ഞാൽ തല പോകും എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പൊ നമ്മൾ എങ്ങനെ നേരിടണം? സത്യം സാധാരണ രീതിയിൽ പറയാതെ അസാധാരണമായ രീതിയിൽ പറയാൻ ശീലിക്കണം. അതിൻ്റെ പേരാണ് ഇൽമുൽ മആനി എന്ന് നമ്മൾ ബലാഗയിലൊക്കെ പഠിക്കുന്നത്. ഒരാശയത്തെ വൈവിധ്യമാർന്ന തലങ്ങളിൽ അവതരിപ്പിക്കാനുള്ള കഴിവിനെയാണ്, അല്ലെങ്കിൽ അറിവുകളെയാണ് ഇൽമുൽ മആനി അല്ലെങ്കിൽ ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത്. ഇൽമുൽ മആനി അല്ല, ഇൽമുൽ ബയാൻ. അപ്പൊ ഈ ഒരാശയത്തെ വൈവിധ്യമാർന്ന തലങ്ങളിൽ പ്രകടിപ്പിക്കേണ്ട കാര്യം എന്താണ്? ഇതാണ് കാര്യം. ഒരാശയത്തെ സാധാരണഗതിയിൽ പ്രകടിപ്പിച്ചാൽ അത് തല പോകുന്ന കേസാവും, കഞ്ഞിയിൽ പാറ്റയിടുന്ന കാര്യമാകും, നമ്മുടെ ജീവിതം വഴിമുട്ടിപ്പോകും. കരിയറും ലൈഫും ബാലൻസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, അല്ലേ? നമ്മൾ ജേർണലിസം ഒരു കരിയറായിട്ട് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈഫ് മിസ്സാകാൻ പാടില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു കാര്യം തന്നെ അതാണ്. വിഷയത്തിൻ്റെ പ്രാധാന്യമല്ല, നമ്മുടെ താല്പര്യമാണ് പ്രധാനം. നമുക്ക് താല്പര്യമുള്ളത് തിരഞ്ഞെടുക്കണം എന്ന് പറയാനുള്ള കാരണം, ലൈഫും കരിയറും തമ്മിലൊരു യുദ്ധം ജീവിതത്തിൽ വരാൻ പാടില്ല. കരിയർ ശ്രദ്ധിക്കുമ്പോൾ ലൈഫ് കിട്ടുന്നില്ല, ലൈഫ് ശ്രദ്ധിക്കുമ്പോൾ കരിയർ കിട്ടുന്നില്ല എന്നുള്ളൊരു ക്ലാഷ്, അത് വലിയൊരു പ്രശ്നമാണ് ജീവിതത്തിൽ. ആകെ ഷോർട്ടായിട്ടുള്ളൊരു ലൈഫാണ് ഭൂമിൻ്റെ മുകളിൽ നമുക്കുള്ളത്. ആ ലൈഫ് മുഴുവനും കരിയറും ലൈഫും തമ്മിൽ ക്ലാഷായി പോയാൽ പിന്നെ രണ്ടിനും അർത്ഥം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യിപ്പിക്കുക. അപ്പം നമ്മുടെ ജേർണലിസം നമ്മുടെ ലൈഫിന് ഭീഷണിയാവാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇത് പഠിച്ചിരിക്കണം. സത്യത്തെ എങ്ങനെ സുഖകരമായ രൂപത്തിൽ പറയാം. സാധാരണ നമ്മൾ പറയുന്ന ഉദാഹരണങ്ങൾ, കഥകൾ തന്നെ അതിന് ധാരാളമാണ്. ഒരു രാജാവിന് രോഗം വന്നു. മാരകമായ രോഗമാണ്, മരിക്കുക എന്നല്ലാതെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പരിശോധിച്ച കൊട്ടാര വൈദ്യന് മനസ്സിലായി. അയാൾ രാജാവിനോട് വളരെ സങ്കടത്തോടുകൂടെ പറഞ്ഞു, മഹാരാജാവേ, ഇന്ന് നേരം വെളുപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, അങ്ങ് ഈ രാത്രി മരിക്കും. രാജാവ് പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നേക്കാൾ മുന്നേ നീ മരിക്കണം. തലവെട്ടി. പ്രശസ്തനായ മറ്റൊരു വൈദ്യനെ കൊണ്ടുവന്നു. അദ്ദേഹം രാജാവിനെ പരിശോധിച്ചു. അദ്ദേഹം കുറച്ചുകൂടി കഴിവുള്ള ആളാണ്. വൈദ്യശാസ്ത്രത്തിൽ മാത്രമല്ല, സാഹിത്യത്തിലും കഴിവുള്ള ആളാണ്. അദ്ദേഹം പരിശോധിച്ചപ്പോഴും രോഗത്തിൻ്റെ വിവരത്തിൽ വ്യത്യാസമൊന്നുമില്ല. മാരകമായ രോഗം, എല്ലാ സ്റ്റേജുകളും, രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇയാള് 12 മണിക്കൂർ നിൽക്കൂല എന്ന് മനസ്സിലായി. അപ്പൊ ഈ സത്യത്തെ പറഞ്ഞതിൻ്റെ പേരിലാണ് മറ്റാളെ തല അവിടെ കിടക്കുന്നത്. ഇത് ഈ വൈദ്യൻ അറിയാം. രോഗം മാറും എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വൈദ്യം അറിയില്ല എന്ന് പിന്നീട് ആളുകൾ വിലയിരുത്താനും സാധ്യതയുണ്ട്. അപ്പൊ തൻ്റെ കരിയറും നഷ്ടപ്പെടാൻ പാടില്ല, ലൈഫും നഷ്ടപ്പെടാൻ പാടില്ല. ആ രൂപത്തിൽ രാജാവ് മരിക്കാറായി എന്ന സത്യം എങ്ങനെ രാജാവിനോട് അറിയിക്കും? ഇയാൾ ചിന്തിച്ചപ്പോ അന്ന് ഡിസംബർ 31. ഡിസംബർ 31 അന്ന് ഡിസംബർ 31. നാളെ ജനുവരി 1. അപ്പൊ ഇന്ന് 12 മണി കഴിഞ്ഞാൽ ജനുവരി 1 കൊല്ലം മാറും എന്ന് വൈദ്യന് മനസ്സിലായി. വൈദ്യന് വളരെ ആശ്വാസത്തോടുകൂടെ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, മറ്റുള്ള പലരും ഇവിടെ വന്ന് പലതും പറയും, അതൊന്നും കേട്ട് താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വർഷം ഒരിക്കലും താങ്കൾക്കൊന്നും സംഭവിക്കില്ല. രാജാവ് പട്ടും വളയും കൊടുത്ത് ഈ വൈദ്യനെ തിരിച്ചയച്ചു. വൈദ്യൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് മരിച്ചു. എന്താ സംഭവം? ആദ്യം പറഞ്ഞ വൈദ്യൻ എന്ത് കാര്യമാണോ അവതരിപ്പിച്ചത് അതേ വിഷയമാണ് രണ്ടാമത്തെ ആളും പറഞ്ഞത്. സുബൈൻ്റെ മുമ്പ് മരിക്കും തന്നെയാണ് രണ്ടാളും പറഞ്ഞത്. പക്ഷെ ഒരാൾ അത് ഡയറക്റ്റായിട്ട് പറഞ്ഞു, അയാളെ തല പോയി.
ഒരാൾ വളരെ ആലോചിച്ചുകൊണ്ട് ആ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് പട്ടും വളയും കിട്ടി, സന്തോഷത്തോടു കൂടെ തിരിച്ചുപോയി. അപ്പൊ ജേർണലിസത്തിലേക്ക് താല്പര്യപ്പെട്ടു വരുന്ന നാം മനസ്സിലാക്കേണ്ട കാര്യം, മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇത്രയും പിറകിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് സത്യസന്ധമായ ഒരു മാധ്യമ പ്രവർത്തനം സാധ്യമാകണമെങ്കിൽ ഭാഷയിലെ ചില മാജിക്കുകൾ നമ്മൾ നിർബന്ധമായിട്ടും സ്വായത്തമാക്കിയിരിക്കണം. ഭാഷയറിയാതെ, സാഹിത്യമറിയാതെ, അവതരണ മികവില്ലാതെ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിലേക്ക് പോയാൽ ലൈഫ് കുളമാവും. അതാണ് കോൺക്ലേവിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം. ഖുർആനിൽ സൂറത്തുൽ വാഖിഅയിൽ ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞൊരു വാക്കുണ്ട്. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലി വഖഅതിഹാ കാദിബ ഖാഫിലത്തുർ റാഫിഅ. ഖിയാമത്ത് നാൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു ശങ്കയും വേണ്ട. അത് ഖാഫിലത്തുർ റാഫിഅ, ചിലരുടെ തല താഴ്ത്തിക്കളയാനും ചിലരുടെ ശിരസ് ഉയർത്തിക്കളയാനും ഖിയാമത്ത് നാളിന് സാധിക്കും. ഖാഫിലയുമാണ് റാഫിഅയുമാണ്. അള്ളാഹുവിനെ ധിക്കരിച്ച് അനുസരണക്കേട് കാണിച്ച് നടന്ന ആളുകളുടെ തല താഴ്ത്തിക്കളയും ഖിയാമത്ത് നാൾ. അവരെ കാത്തിരിക്കുന്നത് നരകമാണല്ലോ. അതേസമയം സുഹൃതവാന്മാരായ സത്യവിശ്വാസികളുടെ ശിരസിനെ അഭിമാനപൂർവം ഉയർത്താനും ഖിയാമത്ത് നാളിന് സാധ്യമാണ്. അവരെ കാത്തിരിക്കുന്നത് സ്വർഗമാണല്ലോ. ദുനിയാവിൽ നമുക്ക് ഖാഫിലത്തുർ റാഫിഅ എന്ന് പറയാവുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് മീഡിയ. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയ. മീഡിയയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ധാർമ്മികത മാത്രം മനസ്സിലാക്കിയ പോലെ മാധ്യമങ്ങളുടെ ഒരു പ്രാധാന്യം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്ന പ്രാധാന്യം ഏറ്റവും വലുത് ഇത് തന്നെയാണ്. മാധ്യമങ്ങൾ ഒരേ സമയം ഖാഫിലയുമാണ് റാഫിഅയുമാണ്. ഇന്ത്യയുടെ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ കഥയെല്ലാം തങ്ങളവറുകൾ ഇവിടെ സൂചിപ്പിച്ചു. അനേക കോടി ആളുകളുടെ മനസ്സിൽ നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരാളെ പോലും എത്രയോ വർഷങ്ങൾ ആവർത്തിച്ചുകൊണ്ട് അധികാരത്തിൽ ഇരിക്കാൻ മാത്രം അവരെ ബൂസ്റ്റ് ചെയ്തു കൊണ്ടുവരാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. റാഫിഅ. എന്നാൽ എത്രയോ വലിയ വലിയ ഉന്നതങ്ങളിൽ വിരാജിച്ചിരുന്ന ആളുകളെ ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലാതാക്കി മാറ്റാനും മാധ്യമങ്ങൾക്ക് സാധിക്കും. ഖാഫിലയും റാഫിഅയുമായി നമ്മുടെ മുന്നിൽ മാധ്യമങ്ങൾ. ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾ മീഡിയകൾ എന്ന് വിളിക്കുന്നത്, ഒരു ബഹുമാനം കൊണ്ടാണ് അല്ലേ? മീഡിയകൾ എന്ന വാക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മീഡിയകൾ. യഥാർത്ഥത്തിൽ മീഡിയകൾ എന്ന് പറയുന്നത് എന്തിനാ? മീഡിയം, മാധ്യമം. അതിൻ്റെ ബഹുവചനമല്ലേ മീഡിയ, മാധ്യമങ്ങൾ. പിന്നെ അവിടെ മീഡിയകൾ എന്നെല്ലാവരും പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനോടുള്ളൊരു ബഹുമാനം കൊണ്ടാണ്. ഔലിയാക്കൾ എന്ന് നമ്മൾ പറയാറില്ലേ? വലിയ എന്നതിൻ്റെ ബഹുവചനമാണ് ഔലിയാ. എന്നാലും നമ്മൾ പറയുമ്പോൾ ഔലിയാക്കൾ, ബഹുവചനത്തിനു മേൽ ബഹുവചനം കൊടുക്കും. വിവേകാനന്ദ സ്വാമികൾ, ഒരു സ്വാമിയേ ഉള്ളൂ, പക്ഷേ മൂപ്പരെ നമ്മൾ ബഹുമാനിച്ച് സ്വാമികൾ എന്ന് പറയും. അതേപോലെയാണ് മീഡിയകൾ. കാരണം മീഡിയ വിചാരിച്ചാൽ നമ്മെ താഴ്ത്താനും നമ്മെ ഉയർത്താനും സാധിക്കും എന്നുള്ളതാണ് പ്രധാനം. എലോൺ മസ്ക് ട്വിറ്റർ വാങ്ങുകയുണ്ടായി അല്ലേ? മൂപ്പരല്ലേ വാങ്ങിയത്? അദ്ദേഹത്തിന് ഇത് കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമുണ്ടോ? ചില്ലറ കാശല്ല കൊടുത്തത്, 4400 കോടി ഡോളറാണ്. അപ്പൊ അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റിയാൽ എത്ര ഉണ്ടാവും ആലോചിച്ചാൽ. ഇപ്പൊ നമ്മുടെ മുകേഷ് അംബാനി കല്യാണം നടത്താൻ തന്നെ ആകെ ചെലവായത് 5000 കോടിയാണ്.
5000 കോടി ഇന്ത്യൻ രൂപ. അത് വളരെ ചെറിയ സംഖ്യയാണ് അല്ലേ? 8 ലക്ഷം കോടി വരുമാനമുള്ള ഒരാൾ 5000 കോടിക്ക് കല്യാണം നടത്തി എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ. ഞാൻ അങ്ങനെ ഒരു ലളിതമായ കല്യാണം എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? 8 ലക്ഷം രൂപ കയ്യിലുള്ള ഒരാൾ 5000 റുപ്യ കൊണ്ട് കല്യാണം നടത്തിയെന്നാണ്. ലളിതം. ഇതിനേക്കാളും വലിയ ലാളിത്യം എവിടെങ്കിലും ഉണ്ടോ? 8 ലക്ഷം നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് കേവലം 5000 റുപ്യ മാത്രം നീക്കി വെച്ച് നമ്മളൊരു കല്യാണം നടത്തിയാൽ നമ്മളെക്കാളും വലിയ ലാളിത്യത്തിൻ്റെ ആൾ ആരാ ഈ ലോകത്ത്? അംബാനിയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ലാളിത്യം എന്ന് ഞാൻ പറയും. കാരണം 8 ലക്ഷം കോടി മൂപ്പര കയ്യിലുണ്ടായിട്ട് 5000 കോടി കൊണ്ടാണ് കല്യാണം നടത്തിയത്. ലെവല് പറയുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ ശതമാനം വെച്ച് നോക്കിയാൽ അങ്ങനെയാണ്. അതിനേക്കാളും പൈസ ചെലവാക്കിയിട്ടുണ്ട് എലോൺ മസ്ക് ഈ ട്വിറ്റർ വാങ്ങാനായിട്ട്. $44 ബില്യൺ, അതായത് $4400 കോടി മുടക്കിയാണ് ട്വിറ്ററിനെ അദ്ദേഹം സ്വന്തമാക്കിയത്. മൂപ്പര് ട്വിറ്റർ വാങ്ങാനുള്ള കാരണം എന്താ? അദ്ദേഹത്തിന് ടെസ്ലയുണ്ട്. ഭൂമിയിൽ കാർബൺ എമിഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഇലക്ട്രിക് വാഹനങ്ങളും മറ്റും പരിചയപ്പെടുത്താൻ ടെസ്ലയുണ്ട്. ഇനി ഭൂമിയിൽ താമസിച്ച ഒരാൾക്ക് മടുപ്പ് വരികയാണെങ്കിൽ ബഹിരാകാശത്തോ മറ്റു ഗ്രഹങ്ങളിലൊക്കെ പോകാൻ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി മൂപ്പർക്കുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് മൂപ്പർ ട്വിറ്റർ വാങ്ങി. അതിൻ്റെ രഹസ്യം എന്താണ്? ടെസ്ലയും സ്പേസ് എക്സും ഒക്കെ ഉണ്ടായിട്ടും ട്വിറ്റർ സ്വന്തമാക്കാൻ എലോൺ മസ്ക് പറഞ്ഞ കാരണം അതൊരു സ്വകാര്യമായ കാരണമാണ്. അദ്ദേഹത്തിന് 11 മക്കളാണുള്ളത്. പൈസക്കാർക്ക് എന്തു ആവാന്നാണല്ലോ. മുസ്ലിമീങ്ങൾ നമുക്ക് 3 കുട്ടികളുണ്ടായാൽ ഇവരെല്ലാം കൂടി ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു എന്ന് ആരോപണമുള്ള കാലാണ്. എലോൺ മസ്കിന് 11 കുട്ടികളാണ്. 5 ഭാര്യയിൽ നിന്നുള്ളതും 3 ഒരു കാമുകിയിൽ നിന്നും മറ്റു 3 മറ്റൊരു കാമുകിയിൽ നിന്നുമാണ്. അതാണ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. അങ്ങനെ മൊത്തം 11 മക്കൾ. 11 ആൺമക്കളാണ് മൂപ്പർക്ക്. ആ 11 ആൺമക്കളിൽ ഒരാൾ ഈ അടുത്ത കാലത്ത് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായി അവളായി മാറി പെണ്ണായി രൂപാന്തരപ്പെട്ടു. അത് അദ്ദേഹത്തെ നടുക്കി. അപ്പൊ എങ്ങനെ തൻ്റെ മകൻ ഇങ്ങനെ ഒരു കുബുദ്ധി വന്നു എന്ന് അദ്ദേഹം പഠിച്ചപ്പോൾ മനസ്സിലായത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ അടുത്ത കാലത്തായി ആഫ്രോ അമേരിക്കൻസ് നടത്തുന്നൊരു വലിയ പ്രചരണമുണ്ട്. അതിനെ വോക്കിസം എന്നാണ് പറയുക. WOKEISM. വോക്ക്, സ്റ്റേ വോക്ക്, വോക്കായിട്ട് നിലകൊള്ളുക എന്നൊരു മുദ്രാവാക്യം തന്നെ അമേരിക്കൻ നാടുകളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അത് അമേരിക്കയുടെ രാഷ്ട്രീയ മാറ്റങ്ങളെപ്പോലും സ്വാധീനിക്കുന്ന ഒരു മുദ്രാവാക്യമായി 2010 ശേഷം വളർന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായി അമേരിക്കയിൽ ഉയർന്നു കേൾക്കുന്ന വലിയൊരു സ്ലോഗനാണ് സ്റ്റേ വോക്ക്. വോക്കായിട്ട് നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളാൽ സമുദായത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് പിന്തള്ളപ്പെടുന്നവരോട് അനുഭാവമുള്ളവരാവുക. LGBTQ+, പലതരം ലൈംഗികമായ അസ്വാഭാവികതയിൽ ജീവിക്കുന്ന ആളുകളെ സാധാരണ ആണുങ്ങളും പെണ്ണുങ്ങളും തള്ളിപ്പറയും. പക്ഷെ അവരോടൊപ്പം നിൽക്കുക, അവരോട് അനുഭാവമുള്ളവരാവുക. നിറത്തിന്റെ പേരിൽ കറുത്ത വർഗക്കാരായ ആളുകളെ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങളിൽ കറുത്തവരോട് അനുകമ്പയുള്ളവരായി മാറുക. അങ്ങനെ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് അരികുവൽക്കരിക്കപ്പെടുന്ന ആളുകളോടുള്ള അമിതമായ അനുകമ്പ ഉള്ളവരായി മാറുക എന്നതാണ് സ്റ്റേ വോക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊരു ഇസമായി വളർന്ന് ഇപ്പോൾ അതിനെ വോക്കിസം എന്നാണ് പറയുന്നത്. അദ്ദേഹം ട്വിറ്റർ വാങ്ങുമ്പോൾ മസ്ക് പറഞ്ഞ കാര്യം ഇതാണ്:
വോക്കിസത്തെ നേരിടാൻ ഒരു മീഡിയ കമ്പനി നമ്മൾ സ്വന്തമാക്കേണ്ടത് അനിവാര്യമാണ്. മാധ്യമങ്ങൾ കയ്യിലുണ്ടെങ്കിലേ നാം ഉദ്ദേശിച്ചതുപോലെ യൗവനത്തെ കൊണ്ടുപോകാൻ, മാറുന്ന ലോകത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധ്യമാകൂ എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ പ്രാധാന്യമാണിത്. ഇസ്ലാമോഫോബിക് കാലമാണിത്. ഹൈഡ്രോഫോബിയ, അങ്ങനെ പല പല ഫോബിയകൾ. അതിനേക്കാളൊക്കെ ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫോബിയ ഇസ്ലാമോഫോബിയയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ, വിശേഷിച്ച് കേരളത്തിൽ ഇസ്ലാമോഫോബിയ അതിൻ്റെ സർവ്വതലങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് നേരിടാം, അല്ലെങ്കിൽ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് രണ്ടും കാര്യങ്ങളാണ് സാധ്യതയുള്ളത്. നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇസ്ലാം പേടി വരാനുള്ള കാരണം എന്താണ്? എന്തായിരിക്കും കാരണം? ചിന്തിക്കുന്നുണ്ടോ? വെൽക്കം സാർ. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മീഡിയ വണ്ണിൻ്റെ സീനിയർ ന്യൂസ് എഡിറ്ററായിട്ടുള്ള SA അജിം സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എൻ്റെ സമയം 11 മണിക്ക് തീർന്നിട്ടുള്ളതാണ്. സാർ വരാൻ വേണ്ടി ഞാൻ സംസാരിച്ചു. ഈ പറഞ്ഞ വിഷയം നമുക്കൊന്ന് പൂർത്തീകരിക്കാം. എന്തുകൊണ്ട് ഈ ഒരു പേടി പകരുന്നു എന്നതിന്റെ ഉത്തരം രണ്ടാണ്. ഒന്ന്, കാര്യമായ സാന്നിധ്യം നമുക്ക് അവിടെ ഇല്ല. നമ്മളവിടെ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും നമ്മെ അറിയില്ല. അന്നാസു അഴകാവുമാ ജഹിലു, തങ്ങൾക്ക് അറിയില്ലാത്തതിനെ സംബന്ധിച്ച് ഒരു വിരോധം ആളുകൾക്ക് ഉണ്ടാവും. നാം ഈ രംഗത്ത് സജീവമായി ഇടപെട്ടാൽ, നമ്മുടെ സാന്നിധ്യം അറിയിച്ചാൽ, നമ്മെ എല്ലാവരും അറിഞ്ഞാൽ ഇത് അകറ്റി നിർത്തപ്പെടേണ്ട ആളുകളല്ല, നമ്മെ പോലെയുള്ളവർ തന്നെയാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഇസ്ലാമിനെ കുറിച്ചോ മുസ്ലിങ്ങളെ കുറിച്ചോ അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ പേടി വളർത്തുന്നത് എന്ന് പറയുന്നത് കാര്യമില്ല. അറിഞ്ഞിട്ടും കുറ്റം പറയുന്നവരുണ്ട്. അതിന്റെ കാരണവും നാം അവിടെ ഇല്ല എന്നതാണ്. അത് വളരെ ഒരു നാടൻ കാരണമാണ്. അപ്പം നമ്മളിവിടെ 3 ആള് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും സംസാരിക്കുക? 4മതൊരാളുടെ കുറ്റമായിരിക്കും. ഒരു നാടൻ കാര്യമാണ് ഞാൻ പറയുന്നത്. 3 ആള് നിന്ന് സംസാരിക്കുന്നത് 4മതൊരാളുടെ കുറ്റമായിരിക്കും. അതിൻ്റെ ഇടക്ക് 3-മത്തെ ആൾക്ക് ഒരു ഫോണ് വന്നിട്ട് അയാൾ പുറത്തുപോയി. പിന്നെ ഈ 2 ആൾ എന്താ പറയാ? ഇപ്പം പോയ ആളെ കുറ്റമായിരിക്കും പറയാം. അതൊരു പ്രകൃതി സ്വഭാവമാണ്, ഒരു നിയമമാണത്. അപ്പം നമ്മുടെ ഒരു സാന്നിധ്യം ഒരു മേഖലയിൽ ഇല്ലെങ്കിൽ നമ്മെക്കുറിച്ച് അറിയാനുള്ള സാഹചര്യം അവർക്ക് കുറയും. അറിഞ്ഞാലും കുറ്റം പറയാനുള്ള ധൈര്യം അവർക്കുണ്ടാവും. ഇതിനുള്ള പരിഹാരം എന്താ? നാം ആ മേഖലയിൽ സജീവമായി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഈ കോൺക്ലേവ് അതിനൊരു കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ SA അജിം സാറിനെ പോലെ വളരെ തിരക്കേറിയ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വേദിയിൽ ഇരിക്കുമ്പോൾ ഇനിയും സംസാരിക്കുന്നത് അപമര്യാദയാണ് എന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.